ഇറാന് ശേഷം ക്യൂബ എന്ന സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ക്യൂബ വളരെ മോശം കരാറിൽ ഏർപ്പെടാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് ട്രംപ് പറഞ്ഞത്. ക്യൂബയിലുള്ള അമേരിക്കക്കാർ മടങ്ങണമെന്ന ഒരു ആവശ്യവും ഉയർത്തിയിട്ടുണ്ട്. ആദ്യം ഇറാന്റെ ദൗത്യം തീർക്കട്ടെ എന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുകയാണ്. അമേരിക്കൻ ഉപരോധങ്ങളിൽ കടുത്ത പ്രതിസന്ധിയിലാണ് ക്യൂബ എന്നോർക്കണം. PR സുനിലാണ് ചേരുന്നത്. സുനിൽ, എന്തുകൊണ്ടായിരിക്കണം ക്യൂബയെ ലക്ഷ്യം വെക്കുന്നത്? ഇറാനിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം, സൈനിക നടപടിക്ക് ശേഷം ക്യൂബയെ തന്നെ ലക്ഷ്യം വെക്കുന്നു എന്ന് വേണം ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ, അല്ലേ? വിനീത, ഗുഡ് ഈവനിങ്. ക്യൂബ എന്ന് പറയുന്നത് എക്കാലത്തും അമേരിക്കയുടെ ഒരു ശത്രു രാഷ്ട്രമാണ്. വളരെ ഒരു പൊട്ടുപോലെ കിടക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തോട് തീരാത്ത പകയാണ് എല്ലാ കാലത്തും അമേരിക്ക വെച്ചു പുലർത്തിയിട്ടുള്ളത്. വലിയ വിപ്ലവ ചരിത്രമൊക്കെ തന്നെ ക്യൂബയ്ക്കുണ്ട്. അങ്ങനെ ക്യൂബൻ വിപ്ലവ ചരിത്രമൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. ഫിദൽ കാസ്ട്രോയുടെയും ചെഗുവേരയുടെയും നേതൃത്വത്തിൽ നടന്ന വലിയ മുന്നേറ്റ ചരിത്രമൊക്കെ തന്നെ ക്യൂബയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. ഏതായാലും ഇപ്പോൾ ക്യൂബയെ ഉന്നം വെച്ചുകൊണ്ട് വീണ്ടും ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ അമേരിക്ക നീങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇന്ന് ട്രംപിന്റെ വാക്കുകൾ പരിശോധിച്ചാൽ ട്രംപ് പറയുന്നത് വെനിസ്വേലയ്ക്ക് ശേഷം ഇറാനാണ്, ഇറാന് ശേഷം ഇനി വരാൻ പോകുന്നത് ക്യൂബയിലേക്കാണ് എന്നാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ മാസങ്ങളായി ക്യൂബയ്ക്ക് മേൽ വലിയ ഉപരോധമാണ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വെനിസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തടഞ്ഞു. മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ക്യൂബയിൽ നിന്നുള്ള വിമാന സർവീസുകൾ തടസ്സപ്പെടുത്തുന്നു. ക്യൂബയിലേക്കുള്ള വിമാന സർവീസുകൾ നിയന്ത്രിക്കുന്നു. അങ്ങനെ ക്യൂബയ്ക്ക് മേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ക്യൂബയെ വീണ്ടും വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള നീക്കം ഇതിനകം തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ തുടരുന്നുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ ഇറാന് ശേഷം ക്യൂബയിലേക്കാണ് താൻ നീക്കങ്ങൾ നടത്താൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഇനി ക്യൂബയെ ആക്രമിക്കാനുള്ള അടുത്ത നീക്കമാണോ ഡൊണാൾഡ് ട്രംപ് നടത്താൻ പോകുന്നത് എന്നൊന്നും വ്യക്തമല്ല. ഏതായാലും ക്യൂബയെ പിടിച്ചടക്കും, ക്യൂബയെ വരുതിയിലാക്കും എന്ന് വീണ്ടും ട്രംപ് പ്രഖ്യാപിക്കുകയാണ്. അത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നത് കാത്തിരുന്ന് കാണാം. ഏതായാലും വലിയ വിപ്ലവം കണ്ട മണ്ണാണ് ക്യൂബയുടേത്. അമേരിക്കക്കെതിരെ പൊരുതി മുന്നോട്ട് പോയ ചരിത്രമാണ് ക്യൂബയ്ക്കുള്ളത്. അപ്പോൾ ഇനിയും അങ്ങനെ ക്യൂബയ്ക്ക് പോകാൻ കഴിയുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ട്രംപ് ഇപ്പോൾ ഉന്നം വയ്ക്കുന്നത് ഇറാന് ശേഷം ഇനി ക്യൂബ തന്നെയാണ്. ക്യൂബയ്ക്ക് കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. വലിയ ഉപരോധം ക്യൂബയ്ക്ക് മേൽ ചുമത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ശരി, നമുക്ക് നോക്കാം എന്തുകൊണ്ട് ക്യൂബ എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട്. താങ്ക് യു PR സുനിൽ.